കോഴിക്കോട് ബേപ്പൂർ തുറമുഖങ്ങൾക്ക് സമീപം ചരക്ക് കപ്പലിന് തീപിടുത്തം. 40ഓളം ജീവനക്കാർ കപ്പലിൽ. കോസ്റ്റ് ഗാർഡും നേവിയും സംഭവസ്ഥലത്തേക്ക് തിരിച്ചു. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകും. വർഷ, ഈ ഒരു കപ്പൽ മുങ്ങിയതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിസന്ധി മത്സ്യബന്ധന മേഖലയിൽ തുടരുകയാണ്. അതിന്റെ ചർച്ചകളും പരിശോധനകളും ഒക്കെ തുടരുന്നതിനിടെയാണ് തീരത്തിന് സമീപം വീണ്ടും ചരക്ക് കപ്പൽ അപകടം ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ തീപിടുത്തമാണ്. എന്താണ് സംഭവം? വിവരങ്ങൾ. അഖില, ബേപ്പൂർ അഴീക്കൽ തുറമുഖത്ത് നിന്ന് മാറി 40 കിലോമീറ്റർ മാറിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത്. അതായത് കോഴിക്കോടിനും കണ്ണൂരിനും പടിഞ്ഞാറ് ഭാഗത്തായാണ് ഈ ഒരു സംഭവം. 50 കണ്ടെയ്നറുകൾ ഇപ്പോൾ ഈ ഒരു അപകടത്തിൽ കടലിലേക്ക് പതിച്ചു എന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. ആകെ 650 കണ്ടെയ്നറുകളാണ് അതിലുള്ളതെന്ന് പറയുന്നു. ഇതിൽ 40ഓളം ജീവനക്കാരുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഈ ജീവനക്കാർക്ക് നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് കരുതുന്നു. കാരണം ജീവനക്കാർ തന്നെയാണ് ഈ വിവരങ്ങളെല്ലാം അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ കപ്പൽ പൂർണ്ണമായി മുങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രാഥമിക നിഗമനം. ഇപ്പോൾ കോസ്റ്റൽ ഗാർഡ് ഉൾപ്പെടെ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. ഇനി ഇവരെ രക്ഷപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ഒരു കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർ. എന്തായാലും ഈ സംഭവം നടന്നിരിക്കുന്നത് ഇപ്പോൾ ബേപ്പൂർ അഴീക്കൽ തുറമുഖത്ത് നിന്നും 40 കിലോമീറ്റർ മാറിയാണ്. കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്ന ചരക്ക് കപ്പലിനാണ് തീ പിടിച്ചത്. എന്ത് തീപിടുത്ത കാരണം എന്നുള്ള കാരണമൊന്നും വ്യക്തമല്ല. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ 40 ജീവനക്കാരെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ കണ്ടെയ്നറുകൾ കടലിലേക്ക് പതിക്കാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ്. ചൈനീസ് കപ്പലാണ് ഇതെന്നുള്ളതാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. മറ്റെല്ലാ വിവരങ്ങളും പുറത്തു വരുന്നേ ഉള്ളൂ. വർഷ, ഈ കണ്ടെയ്നറിനകത്ത് എന്താണ് എന്നുള്ളതിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? നേരത്തെ തന്നെ കണ്ടെയ്നർ മുങ്ങിയതായി ബന്ധപ്പെട്ട് നമ്മൾ വലിയ ആശങ്കയിൽ തുടരുന്ന ഘട്ടമാണല്ലോ. അത്തരത്തിൽ എന്താണ് കണ്ടെയ്നറിൽ ഉള്ളത് എന്നുള്ള കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല. ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നും ഇതുവരെ എന്തായാലും നമുക്ക് അധികാരികളിൽ നിന്നും ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താണ് എന്നുള്ള കാര്യം, ചൈനീസ് കപ്പലാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതുപോലെ കൊളംബിയയിൽ നിന്നും മുംബൈയിലേക്ക് പോകുന്നു, എന്ത് ഉൽപ്പന്നം എന്നുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അഖില, ശരി. വർഷ ഗിരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. കോഴിക്കോട് ബേപ്പൂർ തുറമുഖങ്ങൾക്ക് സമീപം ചരക്ക് കപ്പൽ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ജീവനക്കാർ നിലവിൽ സുരക്ഷിതരാണ് എന്നുള്ള വിശദാംശങ്ങളാണ് വരുന്നത്. ഒപ്പം കോസ്റ്റ് ഗാർഡും നേവിയും ജീവനക്കാരെ രക്ഷിക്കാനുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡും നേവിയും എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. വർഷയാണ് വിശദാംശങ്ങൾ നൽകിയത്.